കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കട്ടെ. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുക. സദൃശവാക്യങ്ങളുടെ പുസ്തകം 24-ാം അധ്യായം അതിൻ്റെ 14-ാമത് വാക്യം. ജ്ഞാനവും നിന്റെ ഹൃദയത്തിന് അങ്ങനെ തന്നെ എന്നറിയുക, നീ അത് പ്രാപിച്ചാൽ പ്രതിഫലമുണ്ടാകും, നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയുമില്ല. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഇന്ന് മനുഷ്യൻ്റെ ജ്ഞാനം എന്ന് പറയുന്നത് പരിമിതിയുള്ളതാണ്, അല്ലേ? പല തരത്തിലുള്ള ജ്ഞാനമുണ്ട്. ഇപ്പം ജ്ഞാനമുണ്ട്, പരിജ്ഞാനമുണ്ട്. ഈ ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്തുവാ? പല രീതിയിലുള്ള അറിവുകൾ നമുക്ക് കിട്ടും, അല്ലേ? പ്രധാനപ്പെട്ട 3 അറിവുകളുണ്ട്: കണ്ടറിവ്, കേട്ടറിവ്, വായിച്ചുള്ള അറിവ്. 3 തരത്തിലുള്ള അറിവുകൾ നമുക്ക് സാധാരണ രീതിയിൽ നമ്മൾ പറയാറുണ്ട്, അല്ലേ? അപ്പം ഈ നമ്മൾ വായിച്ച് അതുപോലെ കണ്ട് കേട്ടൊക്കെ മനസ്സിലാക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിനകത്ത് പല തരത്തിലുള്ള ജ്ഞാനത്തെ കൊണ്ടുവരും. എന്നാൽ ദൈവമക്കളായി നമ്മൾ പ്രാപിക്കേണ്ട ജ്ഞാനം എന്താണ്? ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം നമ്മൾ പ്രാപിക്കണം. അത് ഇത് പറഞ്ഞു വരുന്നതിനൊരു കാരണമുണ്ട്. 13-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. മകനെ, തേൻ തിന്നുക, അത് നല്ലതല്ല. തേൻ കട്ട നിന്റെ അണ്ണാക്കിന് മധുരമത്രേ. ജ്ഞാനവും നിന്റെ ഹൃദയത്തിന് അങ്ങനെ തന്നെയെന്ന് അറിയുക. അപ്പം അണ്ണാക്കിന് മധുരം നൽകുന്നതാണ് തേനെങ്കിൽ ഹൃദയത്തിന് മധുരം നൽകുന്നതാണ് ജ്ഞാനം. അപ്പം ഏത് ജ്ഞാനമാണ് നമ്മൾ പ്രാപിക്കേണ്ടത്? തിരുവചനം പറയുന്നത്, മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യം. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭം. അപ്പം വിവേകഹീനത എന്ന് പറയുന്നതാണ് മൃഗത്തെക്കാളും എന്ത് ചെയ്യാണ് ആ വ്യക്തി താഴ്ത്തു പോകുന്നു എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടത്. അപ്പോൾ ജ്ഞാനം പ്രാപിക്കുക. ഏത് ജ്ഞാനം പ്രാപിക്കണം? ദൈവ വചനത്തിൽ നിന്നുള്ള ജ്ഞാനം നമ്മൾ പ്രാപിക്കണം. ദൈവീക ജ്ഞാനം നമ്മൾ പ്രാപിക്കണം. നമുക്കറിയാം, പുതിയ നിയമത്തിൽ ലേഖനത്തിലേക്ക് വരുന്ന സമയത്ത് ക്രിസ്തുവിൻ്റെ പരിജ്ഞാന പൂർത്തിയുടെ വചനം അത് നമ്മൾ എന്ത് ചെയ്യണം? പ്രാപിപ്പാൻ തക്കവണ്ണം ഇടവരണം. എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ 6-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്ന സമയത്ത് സ്തോത്രം ക്രിസ്തുവിൻ്റെ ആദ്യ വചനങ്ങളെക്കുറിച്ച് പറയുന്നത് കൈവപ്പ്, അതുപോലെ സ്തോത്രം സ്നാനത്തിൻ്റെ ഉപദേശം, അതുപോലെ മറ്റ് അടിസ്ഥാനമായ നിത്യശിക്ഷാവിധി, ദൈവത്തിങ്കലുള്ള വിശ്വാസം, ഇങ്ങനെയുള്ള അടിസ്ഥാനങ്ങൾ പിന്നെയും ഇടാതെ ക്രിസ്തുവിൻ്റെ പരിജ്ഞാന പൂർത്തി എന്നുള്ള തലത്തിൽ അല്ലെങ്കിൽ ആ ഒരു സ്റ്റാൻഡിൽ വരുന്ന ദൈവവചനത്തിൻ്റെ ആഴമായ പഠനങ്ങളാണ് ജ്ഞാനത്തികവിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്? നടത്തുവാൻ തക്കവണ്ണം ഇടവരുന്നത്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ദൈവിക ജ്ഞാനം നമ്മുടെ ഹൃദയത്തിന് എന്ത് കൊണ്ടുവരും? മധുരത്തെ കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇടയാകും. അത് അടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, അത് പ്രാപിച്ചാൽ നമുക്കൊരു പ്രതിഫലം ഉണ്ട്. ഇന്ന് ആത്മീക ലോകത്തിലെങ്കിൽ വിശ്വാസ സമൂഹത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ജ്ഞാനമില്ലായ്മ എന്ന് പറയുന്നത്. ജ്ഞാനത്തോടെ എല്ലാ കാര്യങ്ങൾ ചെയ്യുന്നത്. ദൈവികമായ ജ്ഞാനം പലപ്പോഴും പലരും ചെയ്യുന്നില്ല, പ്രാപിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പ്രതിഫലം നഷ്ടപ്പെട്ടു പോകുന്നത്, അല്ലേ? അടുത്ത് പറഞ്ഞ എന്തുവാ? നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയുമില്ല. അപ്പോൾ ഒരു പ്രതിഫലം നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് വരണമെങ്കിൽ ദൈവിക ജ്ഞാനത്തെ പ്രാപിപ്പാൻ തക്കവണ്ണം ഇടയാകണം. അത് സ്തോത്രം. ഒരു പ്രത്യാശയ്ക്ക് ഭംഗം വരാതിരിക്കണമെങ്കിൽ നമ്മൾ ദൈവിക ജ്ഞാനത്തെ പ്രാപിപ്പാൻ തക്കവണ്ണം ഇടയാകണം. ആ ജ്ഞാനം എങ്ങനെ കിട്ടും? പരിശുദ്ധാത്മാവിൽ നിന്ന്, അല്ലേ? അതുപോലെ ദൈവവചനത്തിൽ നിന്ന് ഒക്കെ നമുക്കിത് ലഭ്യമാകും. അത് പ്രാപിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഈ പ്രഭാത സന്ദേശത്തിനാണ് സ്തോത്രം ചെയ്യുന്നത്. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തന്നെ. ഈ സന്ദേശം അനേക ഇടങ്ങളിൽ, അനേക വ്യക്തികളിൽ സ്തോത്രം വിടുതലുകളും ആത്മീക സൗഖ്യങ്ങളും കൊണ്ടുവരുവാൻ ദൈവം ഇടവരുത്തണം. എല്ലാ മഹത്വം കർത്താവിന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.